എൻ്റെ പ്രിയ സഹോദരങ്ങളെ, 2 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് ഇമാദ് മോൻ എന്ന് പറയുന്ന ഈ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മുഹമ്മദ് ഇമാദിൻ്റെ ഉപ്പ ആണ്. എൻ്റെ മോന് 1.5 വർഷത്തോളമായി HLH എന്ന ഒരു അസുഖം വന്ന് വിവിധ ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റ് നടത്തി. അമൃത ഹോസ്പിറ്റല്, മദ്രാസ്, ബാംഗ്ലൂർ പോലത്തെ വിവിധ ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റ് നടത്തി. എല്ലാ ഡോക്ടേഴ്സും ഒരേപോലെ മജ്ജ മാറ്റി വെക്കണമെന്നാണ് പറയുന്നത്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമാകാതെ വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഈ HLH എന്ന രോഗത്തിനില്ല എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. അതുപ്രകാരം ഇപ്പോൾ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ മോനെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. 11-ാം തീയതി മോന്റെ മജ്ജ മാറ്റിവെക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും സഹായിക്കണം. ഭീമമായ ഒരു സംഖ്യ ആവുകൊണ്ട് എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എല്ലാവരും സഹായിക്കണമെന്ന് വിധമായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ തിരുമുറ്റിക്കോട് പഞ്ചായത്തിലെ ചെരിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൊന്നുമോന്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടാണ്. ഇനി ഒരു 2-3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇദ്ദേഹം ഒരു പ്രവാസിയാണ്. അവിടെ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. 1.5 വർഷക്കാലമായിട്ട് ആ ജോലിക്ക് പോലും നഷ്ടപ്പെടുത്തി മകന്റെ ചികിത്സയുമായിട്ട് കേരളത്തിലും പുറത്തുമായിട്ടുള്ള പല ഹോസ്പിറ്റലുകളും കയറിറങ്ങി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. വീടിനോട് ചേർന്ന ഭൂമി പോലും വിറ്റ് ചികിത്സ നടത്തി ഇനി യാതൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുന്നത്. ഇനി വിൽക്കാൻ വീട് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അത്രക്കും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ജനസമൂഹം നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച കമ്മിറ്റിയൊക്കെ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ പോകുന്നത്. HLH എന്ന അസുഖം ബാധിച്ച് മുഹമ്മദ് ഇമാദ് മോൻ ഇപ്പോൾ കാലിക്കറ്റ് മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണുള്ളത്. മജ്ജ മാറ്റിവെക്കണം, പക്ഷേ ചികിത്സക്ക് യാതൊരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെ ചികിത്സക്കും തുടർ ചികിത്സക്കുമായിട്ട് 65 ലക്ഷം രൂപയോളം കണ്ടെത്തേണ്ടതുണ്ട്. അത്രക്കും അർഹതപ്പെട്ട ഒരു കേസായതുകൊണ്ടാണ് ഇത്രയും ദൂരം വന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ എൻ്റെ സഹോദരങ്ങളും ഈ പൊന്നുമോന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായം, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു. സഹായം നൽകാൻ കഴിയാത്തവർ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ നിങ്ങളോട് സംസാരിക്കും. പ്രിയമുള്ളവരെ, ഞാൻ തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹ്റ. മുഹമ്മദ് ഇമാൻ എന്ന കുട്ടി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമായി മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. 65 ലക്ഷം രൂപയോളം കുട്ടിയുടെ ഓപ്പറേഷത്തിനും ചികിത്സയ്ക്കുമായി ആവശ്യമായി വന്നിരിക്കുന്നു. ഈ ഒരു കുടുംബം വിചാരിച്ചാൽ അത്രയും വലിയൊരു സംഖ്യ ഉണ്ടാക്കി ഈ പൊന്നുമോന്റെ ജീവൻ